ഹായ്, ഞാൻ റീസെന്റ് ആയിട്ട് സരോജിനി നഗറിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് ക്ലോത്ത്സ് വാങ്ങുകയും ചെയ്തു. എനിക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം കൂടി. ആ മേടിച്ച ക്ലോത്ത്സ് ഒക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബാഗ് നിറച്ചിട്ടാട്ടോ നമ്മൾ മേടിച്ച. ഇതിന്റെ അകത്തും പിന്നെ വേറെ ഐറ്റം ഉണ്ടെന്ന് തോന്നുന്നു. എന്റേത് എന്തായാലും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്ന് എൻ്റെ ഒരു നിഗമനം. സോ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. ഞാൻ വന്നിട്ട് ഇതുവരെ ബാഗ് ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. സോ ലെറ്റ്സ് അൺബോക്സ്. ആദ്യം തന്നെ ഈ ഒരു ബാഗാണ്. ഇത് അവര് പറഞ്ഞത് ഇവർ പറഞ്ഞത് 350 ഞാൻ മേടിച്ചത് 250 ഈ ഒരു ബാഗ് അത്യാവശ്യം നല്ല ബാഗാ. ഇതിന് ഓൺലൈനിൽ എത്രയാന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മീഷോയിൽ ഇതിനെക്കാട്ടും കുറവായിരിക്കും. പക്ഷെ ഞാൻ ആ സമയത്ത് ചാൻസസ് എടുക്കാൻ നിന്നില്ല. യെസ്, സോ ഞാൻ എല്ലാം കാണിച്ചു തരാം. ഞാൻ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഹാപ്പിയാണ്. സാഡ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല സാഡാണ്. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം എനിക്ക് 10 രൂപയ്ക്ക് വരെ ക്ലോത്ത്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അവിടെ ഭയങ്കരമായിട്ട് ഡിമോളിഷ് ചെയ്തു പോലീസൊക്കെ. അവിടെ ഇപ്പം ചെറിയ ചെറിയ സ്റ്റോൾസ് ഒന്നും സമ്മതിക്കുന്നില്ല. ഭയങ്കര ഓത്തറൈസ്ഡ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഷോപ്സ് മാത്രമേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ പോയപ്പോഴാണെങ്കിൽ പോലും പോലീസ് വരുമ്പോഴത്തേക്ക് ഷോപ്സ് എല്ലാം ഉള്ളോട്ടാക്കുക അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെ JCB വെച്ച് മാന്തിയതും അങ്ങനത്തെ കുറച്ച് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ എനിക്ക് ഭയങ്കര മിനിമം എമൗണ്ടിൽ കിട്ടിയ ക്ലോത്ത്സിന്റെ റേറ്റ് എത്ര വെച്ചാൽ 30 ആണ്. ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ 10 രൂപക്ക് വരെ ടോപ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ഇപ്രാവശ്യം പോയത് ഒരു ടൈമിലാണ്. ആൻഡ് ലാസ്റ്റ് ടൈം ഈവനിങ് ഒക്കെ ആയിരുന്നു. ആ സമയത്ത് മെട്രോന്റെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കുട്ടി കുട്ടി ഷോപ്സ് ഒക്കെ. അവിടെ നിന്ന് ഞാൻ 10 റുപ്പീസിനൊക്കെ മേടിച്ച്. ഇപ്രാവശ്യം ഈ ഒരു ടൈമില് മെട്രോന്റെ അവിടെ ഉണ്ടോന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഞങ്ങൾ തിരിച്ച് ഇറങ്ങുന്ന സമയത്താണെങ്കിൽ പോലും ഒരു 5-6 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴൊന്നും ഷോപ്സ് അവിടെ ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ നിർത്തിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, മേടിച്ച സാധനങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതൊരു കോഡ് സെറ്റ് ആണ്. ഇത് എന്റേതല്ല, അമ്മേന്റെ. ഞാൻ ഇത്രയും റേറ്റിന്റെ സാധനങ്ങൾ വാങ്ങാറില്ല ബൈ ദ വേ. ഇത് എനിക്ക് തോന്നുന്നു 350 ആണെന്ന് തോന്നുന്നു. 350 650 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ഒരു കോഡ് സെറ്റ്, ഒരു പാൻറ്റും ഉണ്ട്, ഒരു കുർത്തയുണ്ട്. ഓക്കെ, ഞാനിപ്പം കുറച്ച് സസ്തയായിട്ടാണ് ഷോപ്പിംഗ് ചെയ്യാറ്. എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇത്രയും ചെറിയ റേറ്റിന് കിട്ടുന്നോണ്ടാണോ അറിയില്ല. എനിക്ക് ഭയങ്കര റേറ്റിന്റെ ക്ലോത്ത്സ് വാങ്ങാൻ തോന്നാറില്ല. കാരണം നമ്മൾ 1-2 പ്രാവശ്യം ഇടും. പിന്നെ അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ക്ലോത്ത്സിന്. 1-2 പ്രാവശ്യം ഇടുന്ന സാധനത്തിന് നമ്മളത് ഫ്രീക്വന്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. യെസ്, സോ അടുത്തത് ഇത് എൻ്റെ ടോപ്പാട്ടോ. ഇത് ഞാൻ മേടിച്ച ടോപ്പാ. ഈ ഒരു ക്രോപ്പ് ടോപ്പ്, ഗ്രീൻ കളർ ക്രോപ്പ് ടോപ്പ് ആണ്. ആൻഡ് ഇതിന്റെ റേറ്റ് വരുന്നത് 50 റുപ്പീസാണ്. ആൻഡ് അടുത്തത് ഒരു കോഡ് സെറ്റ്. ആൻഡ് അതും അമ്മേന്റെ ആണ്. ആൻഡ് ഇതിനും നല്ല റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 350 650 അങ്ങനെ എന്തോ സാധന. 350 or 400 അങ്ങനെ എന്തോ ആയിരിക്കും. ഇവിടെ താഴെയും ഒരു ഇത് വരുന്നുണ്ട്. അടുത്തത് ഒരു ഷർട്ടാണ്. ഈ ഒരു ഷർട്ട് ഞാൻ അച്ഛനെ കൊണ്ട് മേടിപ്പിച്ചത്. അച്ഛനിടാം അങ്ങനത്തെ രീതിയിൽ. ലാസ്റ്റ് അമ്മയും ഇടും ഞാനും ഇടും എന്നുള്ള രീതിയിലായി. നമുക്ക് കണ്ടറിയാം ഇത് ആരും ഇടുന്നു. ഇതെന്താ സാധനം എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനോ വേണ്ടി ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. സോ ഒരു സ്ട്രൈപ്പ് ഷർട്ടാണ് വിത്ത് എ സ്മോൾ എംബ്രോയിഡറി. പോക്കറ്റിൽ ഒരു ചെറിയ എംബ്രോയിഡറി ഉണ്ട്. ഇതിന്റെ റേറ്റ് 50 50 അല്ലേ, 50 or 30. ആൻഡ് നെക്സ്റ്റ് ഇസ് എ ഷർട്ട്. നല്ലൊരു ബ്ലൂ കളർ ആട്ടോ. ഇത് വാങ്ങുമ്പോൾ അമ്മയ്ക്ക് തീരെ താല്പര്യമില്ലായിരുന്നു ഈ ഒരു കളർ കണ്ടിട്ട്. പക്ഷെ അച്ഛന് ഇത് ഭയങ്കര ഇഷ്ടമായി. ബ്രൈറ്റ് ബ്ലൂ ആണല്ലോ. അമ്മ ഒരുമാതിരി കളർന്നും പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ റേറ്റ് 50 റുപ്പീസാ. അടുത്തത് ഒരു ടോപ്പാണ്. ഒരു പ്രിന്റഡ് ടോപ്പ്. നല്ലൊരു ഫാബ്രിക് ആട്ടോ ഇത്.
സമ്മറിനൊക്കെ പറ്റിയ, സമ്മർ ആൻഡ് റെയിനി സീസണിലൊക്കെ പറ്റിയ ഒരു ഫാബ്രിക് ആണ്. ആൻഡ് ഇതൊരു ഷർട്ടാണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ 50 റുപ്പീസ്. പിന്നെ വരുന്നത് ഇതെന്താ, ഇതൊരു ടോപ്പാണ്. യെസ്, ഇതൊരു ടോപ്പാ, ഒരു ക്രോപ്പ് ടോപ്പ്, ബ്ലൂ കളർ. എൻ്റെ കണ്ണ് എപ്പോഴും ബ്ലൂ, വൈറ്റ് ആൻഡ് ബ്ലാക്കിലോട്ട് അത്ര പോവാറില്ല. ബട്ട് വൈറ്റ് ആൻഡ് ബ്ലൂ ആണ് എൻ്റെ ഒരു ഗോ ടു. അവിടെ ഞാൻ ക്യൂട്ടായിട്ട് ഒരു നൂഡിൽ സ്ട്രാപ്പുള്ള ഒരു ക്രോപ്പ് ടോപ്പും ചെറിയ ഷോർട്ട്സോ സ്കേർട്ടാന്ന് തോന്നുന്നു അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, ബീച്ച് വെയർ. ബട്ട് എനിക്ക് എൻ്റെ പേരൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. സോ എനിക്കത് വാങ്ങാൻ പറ്റിയില്ല. ആൻഡ് ഓൾസോ ഞാനിപ്പോൾ മേടിച്ചത് ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവർ അലീഷ മതി ഇങ്ങനെ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് അധികം വാങ്ങാൻ സമ്മതിപ്പിച്ചിട്ടില്ല. യെസ്, എനിക്ക് ഇനിയും വാങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇത് ഞാൻ പിന്നെ ഇടുവോ എന്നൊരു തോട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഓക്കെ. കാരണം ലാസ്റ്റ് ടൈം ഞാൻ പോയപ്പോൾ മേടിച്ചതും ഇടാത്തത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഈ ഇട്ടിരിക്കുന്ന ടോപ്പും ഞാൻ ലാസ്റ്റ് ടൈം സരോജിനി പോയപ്പോൾ മേടിച്ചതാ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 50 or 30. ഈ ഒരു ബ്ലാക്ക് ടോപ്പ് ലോങ് ഡ്രസ്സായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഡ്രസ്സായിട്ടല്ല കേട്ടോ യൂസ് ചെയ്യുക, ബിക്കോസ് നമ്മൾ ഇപ്പോൾ നാട്ടിലാണ്. ഈ ഒരു ടോപ്പ്, ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞോ, 50 അല്ലേ? ആയിരിക്കും. ഞാൻ അധികം 50, 30ന്റെ 1-2 നെറ്റ് കിട്ടിയിട്ടുള്ളൂ. അധികം ഞാൻ 15ന്റെ ആട്ടോ എടുത്തേ. ഇതെന്താ, അമ്മ അധികം കോഡ് സെറ്റ് ആണെന്ന് തോന്നുന്നു മേടിച്ചത്. അമ്മയ്ക്ക് പിന്നെ ചിക്കൻ കറി വേണമെന്നുണ്ടായിരുന്നു. അത് എവിടെ ഒന്ന് സ്പോട്ട് ചെയ്തു. പിന്നെ കണ്ടിട്ട് പിന്നെ തിരിച്ചു വരാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ ഷോപ്പ് അമ്മയ്ക്ക് കാണാനേ പറ്റിയിട്ടില്ല. അപ്പൊ അമ്മയ്ക്ക് 2 കളർ ചിക്കൻ കറി വേണമെന്നുണ്ടായിരുന്നു. അത് അങ്ങ് പോയി കിട്ടിയില്ല. ലാസ്റ്റ് അതില്ലാണ്ട് വന്നു. ഇതാണ് കോഡ് സെറ്റിന്റെ പാന്റ്. ആൻഡ് ഇതാണ് ടോപ്പ്. എനിക്കെന്താ അറിയില്ല, ഇങ്ങനത്തെ ബട്ടൺസ് ഉള്ള ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, ഈ ഒരു ടോപ്പ് കണ്ടോ, ഇതും പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു ഇതിന്റെ കൂടെ തന്നെ. ഓക്കെ, ഇതും ഇത് രണ്ടും ഞാൻ 150ക്ക് മേടിച്ചത്. ബൈ 2 for 150 ആയിരുന്നു ഓഫർ. സോ അങ്ങനെ മേടിച്ചതാ, ജസ്റ്റ് ഒരു കാഷ്വൽ വെയറിനുള്ള രീതിയിൽ. ഇതെന്താ, ഇതും ഞാൻ എന്തോ ചെറിയ റേറ്റിന് മേടിച്ചതാ. 50 തന്നെ ആയിരിക്കും, അല്ലാണ്ട് ഞാൻ ഇത് വാങ്ങിയില്ല. ഇതിന്റെ കളർ ഇങ്ങനെയാന്ന് തോന്നുന്നു, കുറച്ച് ഇങ്ങനെ വാഷ്ഡ് ഔട്ട് ആയിട്ടുള്ള മാറ്റത്തെ കളറാണ്. H&M ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. ശരിക്കും H&M എന്നാന്ന് തോന്നുന്നു, ലേബിൾ അത് അങ്ങനെ തന്നെ ഉണ്ട്. ഞാനിത് വാങ്ങാനുള്ള റീസൺ മേ ബി ഡൈ ചെയ്തിട്ട് യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തത്. ആൻഡ് ഈ ഒരു ടോപ്പ്, ഇതിപ്പോ പക്ഷെ എല്ലാവരുടെ അടുത്തും ഉണ്ട്. ഇത് 6 ഇതിന്റെ മേലെ എഴുതിയത്. ഐ ഡോണ്ട് തിങ്ക് സോ. സാറയ്ക്ക് ഈ ടോപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു ടോപ്പാണ്. ഇതിന്റെ പേർപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെന്താ ബ്ലാക്ക് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതെനിക്ക് ഫിറ്റ് ആവുമെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ മേടിച്ചു. ഇതിന് എത്രയാ, 250 ആന്ന് തോന്നുന്നു. ഇവര് എത്ര 300ന്റെ 250 ആക്കി, ഓർ 250ന്റെ 200 അങ്ങനെ എന്തോ ആണ് സംഭവം. പിന്നെ ഒരു ടാങ്ക് ടോപ്പ്, റെഡ് ടാങ്ക് ടോപ്പ്, അത് അമ്മയ്ക്ക് ഇടാനാ. അമ്മയ്ക്ക് എന്തോ ഒരു ചുരിദാറിന്റെ ഉള്ളില് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. അതിനെത്ര 75 ആന്ന് തോന്നുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് എ വൈറ്റ് ഷർട്ട്. എനിക്ക് കുറേ കാലമായിട്ട് നല്ല
ഫോമൽ വൈറ്റ് ഷർട്ട് വേണമെന്നുണ്ടായിരുന്നു. പക്ഷെ എവിടെയും പ്രോപ്പർ ആയിട്ടൊരു സാധനം കിട്ടുന്നില്ല. H&M-ലുണ്ട്, പക്ഷെ അത് ഞാൻ മേടിച്ചിട്ടില്ല. മനസ്സിന് ഇണങ്ങിയത് വേണ്ടേ? അങ്ങനത്തെ സാധനത്തിലൊക്കെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും കേട്ടോ. ലൈക്ക് ഫോമൽസ് നമ്മൾ എപ്പോഴും ഇടണ്ടേന് ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പൊ ജീൻസ് ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല. യെസ്, ഈ ഒരു ടോപ്പാണ്, എന്താ പറയാ, ക്രോപ്പ് ഷർട്ടാണ്. ആൻഡ് ഇത് വേണമെങ്കിൽ എനിക്ക് ഡെനിം സ്കേർട്ടിന്റെ കൂടെയൊക്കെ, ഫോമൽ സ്കേർട്ട് ഡെനിം സ്കേർട്ടിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് 450 rupees. പിന്നെ വള ഇത് അമ്മേന്റെ വളയാട്ടോ. അമ്മ മേടിച്ചതാ. എനിക്ക് ഇതിന്റെ റേറ്റ് അറിയില്ല. ഞാൻ അവിടെ ഇല്ലാത്തപ്പോഴാ, ഞാൻ അമ്മേന്റെ കൂടെ ഇല്ലായിരുന്നു ആ സമയത്ത്, അപ്പോഴാ അമ്മ മേടിച്ചത്. അതുകൊണ്ട് എനിക്ക് റേറ്റ് അറിയില്ല. ചോദിച്ചിട്ട് റേറ്റ് ഇവിടെ ഇടാം. ഇതെപ്പോഴാണ് അവോ മേടിച്ചത്? ഇതും 75 rupees മേടിച്ചതാ. 4 എണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അമ്മ അലക്കാനിട്ടു, ആൻഡ് അതിന്റെ കൂടെ ഉള്ളതാ. 2 എണ്ണം ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. ആൻഡ് ഇത് 3ാമത്തെ. ഒന്ന് അമ്മയ്ക്കാ മേടിച്ചത്. 3 എണ്ണം എനിക്കും 1 അമ്മയ്ക്കും മേടിച്ചു. 75. നല്ലല്ലേ? ആ ഷോപ്പിൽ നിന്ന് മേടിച്ച എല്ലാത്തിനും ഇങ്ങനൊരു എംപ്ലിഷ്മെന്റ് ഉണ്ട്. കഴിഞ്ഞു കേട്ടോ സരോജിനി നഗർ ഹാൾ. ആൻഡ് ഈ ഒരു ടോപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു വിശാൽ മാർട്ട്. എത്ര ആൾക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അവിടുന്ന് മേടിച്ചതാ, ഒരു കുഞ്ഞു ടാങ്ക് ടോപ്പ്. അതും ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. സോ അതും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. ഞാനിപ്പോ ഷടപടേന്ന് എല്ലാ ഔട്ട്ഫിറ്റ്സും ജസ്റ്റ് കാണിച്ചു പോയിന്നുള്ളൂ കേട്ടോ. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് സരോജിനി എന്നുള്ള ഒരു പ്ലേലിസ്റ്റിൽ എല്ലാം സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ കൂടി ഇടുന്നുണ്ടാവും. അപ്പൊ എൻ്റെ ചാനലിൽ സരോജിനി എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഞാൻ എല്ലാ ഔട്ട്ഫിറ്റ്സും സ്റ്റൈൽ ചെയ്തിട്ട് ഇടും കേട്ടോ. സോ ഡോണ്ട് വറി, അതും കാണാം. കഴിഞ്ഞില്ല കേട്ടോ, ഒരു സാധനം കൂടി ഉണ്ട്. നമ്മള് ലൂയി വിച്ചന്റെ ഒരു ബാഗ്. ലൂയി വിച്ചന്റെ അല്ല, അതിന്റെ കോപ്പിയാണ്. യെസ്, ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാറില്ല. ഐ മീൻ ഇങ്ങനെ കോപ്പി സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. ബ്രാൻഡഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ബ്രാൻഡഡ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. സോ ഞാൻ വിചാരിച്ചു ഇത് അമ്മേനെ കൊണ്ട് മേടിപ്പിക്കാം, എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം ജസ്റ്റ് ഒന്ന് എവിടേക്കെങ്കിലും എടുക്കാന്ന്. ഇതെന്തായാലും നമ്മളെ കൊണ്ട് എഫേർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല. ഇനി ഭാവിയിൽ എഫേർഡ് ആവോന്നും എനിക്കറിയില്ല. ആവട്ടെ. ഇതെന്താ? ഇത് അമ്മ എന്തോ ഹാൻഡ് സോക്സ് മേടിച്ചതാ. ഇത് ട്രെയിനിന്ന് മേടിച്ചാന്ന് തോന്നുന്നു. ഇതിന്റെ അകത്ത് കുറെ സാധനം ഉണ്ടല്ലോ. അമ്മ ഇതിന്റെ അകത്ത് ആക്കിയിട്ടെല്ലാം കൊണ്ടുവന്ന്. ഇത് ഒരു മാലയാണ്. ഇത് വാങ്ങുമ്പോ ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല. 150 ആണെന്ന് തോന്നുന്നു ഇതിന്റെ റേറ്റ് പറഞ്ഞ. ഇതിന്റെ കൂടെ കമ്മലും ഉണ്ട്. ബാഗിന്റെ കൂടെ ഒരു സ്ലിങ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് അത് ഇങ്ങനെ ഇടാം, ആൻഡ് വിത്ത് സ്ലിങ് ഓൾസോ ഇടാം. ഇത്രേ ഉള്ളൂ. ക്യൂട്ട് ബാഗാട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പൊ ശരി, ബൈ.